സ്വർണം കൂട്ടി എനിക്ക് മരിക്കാൻ തന്നെ ട്രെയിൻ ചാടി മരിക്കാൻ തന്നെയായിരുന്നു പോയത്. അപ്പൊ അവിടെ ചെന്ന് സ്വർണം പണയം വെച്ച് ഉണ്ടാക്കിയത് റൂം എടുത്ത് കിടന്നു. എന്നിട്ട് പിറ്റേന്ന് 5:30 ഞാൻ എറണാകുളം പോയി. സംഭവം ഒരു വൈകുന്നേരം 5:30-6 അവിടെ അവർ രണ്ടുപേരും ഉള്ളു. ഞാനൊരു ചിറ്റയ്ക്ക് അടിച്ചു. ചുറ്റി ഞാൻ ആ കാട്ടിലോട്ട് ഇറങ്ങിട്ട് അവിടെ തന്നെ കാട്ടിലോട്ട് ഇറങ്ങി. കാട്ടിലുണ്ടോ അവിടെ കാണും. അത് എനിക്ക് രാത്രിയായില്ല. നിന്റെ അവിടുന്ന് എന്റെ നീ എപ്പോഴും അവിടെ ചെന്നപ്പോഴാ ഒരു 5:30 അവർ രണ്ടും ഉള്ളായിരുന്നു. എന്ത് പറഞ്ഞാ നിങ്ങൾ തർക്കം ഉണ്ടായത്? അവള് എന്റെ പേര് കേസ് കൊടുക്കും, അവളെ കെട്ടിയില്ലെന്നും പറഞ്ഞ തർക്കം ഉണ്ടായത്. സ്ഥിരം കളിക്കാറുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് പൈസ വായ്പയുണ്ട്, അങ്ങോട്ടും മേടിക്കാറുണ്ട്. അവള് ഗർഭിണിയാണോ? ഓ അല്ല. പിന്നെ നിനക്ക് കെട്ടാഞ്ഞ എനിക്ക് വേറെ കല്യാണം കഴിച്ചല്ലേ. എന്നാലല്ലേ അവളെ അവിടെ താമസിപ്പിച്ചാ പോരായിരുന്നു. ഒന്നും അല്ല ഇത്. എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു ആഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. ആദ്യം അടിച്ചാർക്കട്ടെ തള്ളക്കെട്ട് അടിച്ച് തള്ളയിരിക്കുമായിരുന്നു. അത് ഞങ്ങൾ വർത്താനം പറഞ്ഞ് വാക്കുകാരൊക്കെ ഉണ്ടായി. നീ പോകുന്ന നീ അടിച്ച വിഷത്തിന്റെ കുപ്പി എന്താ ഇവിടെ? അവിടെയാണ് ഞാൻ മോനൊരു വീട്ടിൽ കിടക്കുമായിരുന്നു. ഏത് വീട്ടില്? മഴക്കാലം ജോസിയുണ്ട്. അവിടെ എപ്പോഴാ വിഷം അടിച്ചത്? വിഷം രാവിലെ അടിച്ചു. ഞാൻ വയറ്റിന്ന് കുറച്ച് ഛർദ്ദിക്കുക. അവനിച്ച് വെള്ളം കുടിപ്പിച്ചോ? വെള്ളം കുടിപ്പിക്കും. എടാ ഇത് കളനാശിനിയില്ലേ? എന്തേരം അടിച്ചു നീ? അത് ഒരു ഗ്ലാസോളം അടിച്ചു. എങ്ങനെ അടിച്ച? ഡൈലൂട്ട് ചെയ്ത് അടിക്കുവായിരുന്നു? ഒന്നും ചെയ്തില്ല. വെള്ളം. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.